അറിയും. അറിയും. അതുകൊണ്ട് പിടിച്ചു നിന്നു. അതെ, പിടിച്ചു നിന്നു. ചവിട്ടി നിന്നു. കൈകൊണ്ട് പിടിച്ച് ചവിട്ടി നിന്നു. ഇരിക്കാൻ പറ്റില്ല. ഇനി കുട്ടികളും ഇവരാരും കാണാണ്ട് തോട്ടിലേക്ക് പോവോ? ഇനി പോയില്ല. അവൻ മരിച്ചിട്ടൊന്നും ഇല്ല, അതാ നിൽക്കണു പറഞ്ഞു. നമ്മളെ കാണിച്ചാ ഇപ്പൊ പോയിന്ന് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഉള്ളത് ചന്ദ്രമതി അമ്മയുടെ വീട്ടിലാണ്. ഒറ്റപ്പാലത്തിനടുത്ത് സൗത്ത് പനമണ്ണയിൽ പൂക്കാട്ടുകുറിശിയിലാണ് ചന്ദ്രമതി അമ്മയുടെ വീട്. അമ്മേ, ഇന്നലെ എങ്ങനെ ഈ തോട്ടിലേക്ക് എത്തിയ? എങ്ങനെ തോട്ടിലേക്ക് എത്തിയത്? ഇങ്ങനെ പോയി, നടന്നിട്ട് പോയി. കുളിക്കാൻ വേണ്ടി പോയതാ? കുളിക്കാൻ വേണ്ടി പോയതാണ്. കർക്കിട ഇതല്ല, നന്ദിയല്ലേ, കുളിക്കാൻ വേണ്ടി പോയതാണ്. നായനെ ആട്ടി വിട്ടു. നായനെ ആട്ടി വിട്ടിട്ട് എറിഞ്ഞിട്ട് ഞാൻ വഴിക്ക് വീണു. എന്നിട്ട് ഒഴുകിപ്പോയോ? ഒഴുകിപ്പോയി. എത്ര ദൂരം? കുറേ ദൂരം പോയോ? കുറേ ദൂരം പോയി. നീന്താ അറിയണ്ടായിരുന്നില്ലേ? നീന്താ അറിയും. അതുകൊണ്ട് പിടിച്ചു നിന്നു. അതെ, പിടിച്ചു നിന്നു. ഇങ്ങനെ പെട്ടെന്ന് നീന്തി പോകുമ്പോഴാണോ ഈ മരം കിട്ടിയത്? ഈ മരം കിട്ടിയത്. ഈ ചുഴലി പാറകം. ഈ എങ്ങനെ പിന്നെ അവിടെ ചവിട്ടി നിൽക്കാൻ കഴിഞ്ഞിരുന്നോ? ചവിട്ടി നിന്നു. കൈകൊണ്ട് പിടിച്ച് ചവിട്ടി നിന്നു. ഇരിക്കാൻ പറ്റില്ല. അവിടെ പക്ഷേ ഈ മരം പിടിച്ച കരയിലേക്ക് കയറാൻ പറ്റിയില്ല അല്ലേ? ഇല്ല. ഒരു കരയിൽ തന്നെയായിരുന്നു മരം. പിന്നെ നടുവിലൊന്നല്ലായിരുന്നു മരം. പിന്നെ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നൂല്ലേ? ഇവരാരും അതുവരെ അന്വേഷിച്ച് വന്നില്ലേ? അവർക്ക് എന്നെ കണ്ടിട്ടില്ലേ. പിന്നെ അവർ എന്നെ കണ്ടു. അതാ നിൽക്കണു, അവൻ മരിച്ചിട്ടൊന്നും ഇല്ല, അതാ നിൽക്കണു പറഞ്ഞു. എന്നെ നമ്മളെ നോക്കണുണ്ട് പറഞ്ഞു. കുറേ നേരം പേടിച്ച് നിന്നു. പേടിച്ച് നിന്നു. പിന്നിൽ അതായത് 10 മണിക്കൂറോളമാണ് ചന്ദ്രമതി അമ്മ ഈ തോട്ടിലെ ഈ മരത്തിൽ പിടിച്ചു നിന്നത്. ഇതിനിടയിൽ രാവിലെ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ചന്ദ്രമതി അമ്മ കുളിക്കാൻ വേണ്ടി പോയത്. കർക്കിടക മാസം 1-ാം തീയതി കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി തോട്ടിലേക്ക് പോയതാണ്. ആ സമയത്താണ് ഈ അപകടം ഉണ്ടായത്. നായിനെ ഓടിക്കാൻ നോക്കുമ്പോൾ വഴുതി വീണാണല്ലോ അമ്മേ? അതെ. പിന്നിൽ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേന് അമ്മ അപ്പുറത്തിരുന്ന് അമ്മയുടെ മെനു പറയണം. അമ്മ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. എന്താ കഴിക്കുക പിന്നെ? ഓക്കെ, സാമ്പാർ, ഉപ്പേരി, ചോറിന്. രാവിലെ കഞ്ഞി, പിന്നെ ഉപ്പേരി ഉണ്ടാവും. അതാണ് ഈ ഒരു ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അമ്മ എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്? അങ്ങനെ അത്രയും നേരം പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം? ധൈര്യം കിട്ടി, നല്ല ധൈര്യം കിട്ടി. അതിലാണ് പിടിച്ചു നിന്നു. അതിന് ദൈവം പിടിച്ചു നിർത്തിയതാ തന്നെ. വീട്ടിൽ നിന്ന് ആരും എന്താ അന്വേഷിച്ച് വരുന്നില്ല എന്നൊക്കെ തോന്നിയോ? വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ച് വരുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ എന്നുള്ളൊരു വേലാതി ഉണ്ടായി. നേരം വഴി കണ്ടപ്പോഴേ പറയാൻ സാധിക്കില്ല. ഭയങ്കരമായി പേടിച്ചു അല്ലേ? ബിനിൽ, ഇവിടെ എനിക്കൊപ്പം ഈ ചന്ദ്രമതി അമ്മയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ ചേരുന്നുണ്ട്. ഇവരാണ് ഇന്നലെ ചന്ദ്രമതി അമ്മയെ ഈ തോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ നിങ്ങൾ ഈ പോലീസിൽ പരാതി നൽകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അല്ലേ? ആദ്യം പരാതി കൊടുക്കാൻ പോയി. അപ്പോൾ പിന്നെ അവർ 4 മണിക്ക് ശേഷമാണ് അത് പോലീസ് വന്നിരുന്നു കാലത്ത്. എന്നിട്ട് പിന്നെ 4 മണി വരെ നോക്കൂ, എന്നിട്ട് പിന്നെ കേസ് ഫയലാക്കാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തോട്ടിലുണ്ടാവുന്നൊരു സംശയത്തിൽ പോയതാണോ? അതല്ല, ഞങ്ങൾ ഇവിടെ എല്ലാവിടെയും തിരഞ്ഞു. പിന്നെ തോട് ഫസ്റ്റ് രാവിലെ ആ സൈഡൊക്കെ നോക്കിയിട്ട് പോന്നു. പിന്നെ വൈകിട്ട് ചെറുച്ചനും കൂട്ടുകാരനും കൂടിയിട്ട് നല്ല മഴയുണ്ടായിരുന്നു. നോക്കിയാൽ എത്തിപ്പെടുന്ന സ്ഥലത്തല്ല അല്ലേ? കാണില്ല, ഞങ്ങൾ അരികിനൊക്കെ പോയേക്ക് ഒരു സൗണ്ട് വെള്ളം ഇങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ പോയപ്പോൾ പിന്നെ അവർ എന്താ എണ്ണ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട്. ഞങ്ങൾ മഴ പെയ്തിട്ട് അക്കരയ്ക്ക് നീതി കിടക്കാച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ മഴ, അപ്പോൾ അവർ പോയി അതിനെ എണ്ണ പിടിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട്. അവർ നോക്കി. ഒരു ധൈര്യം തന്നെയാണല്ലേ 10 മണിക്കൂർ പിടിച്ചു നിൽക്കുക? ധൈര്യം കൊണ്ടാണ്. നമ്മളെ കാണിച്ചാൽ ഇപ്പോൾ പോയിന്ന് വെച്ചാൽ മതി. അങ്ങനെ ഒരു ചെറിയൊരു വടിയുമ്പിലാണ് അവർ പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അമ്മയോട് ഒരു കാര്യം കൂടി ചോദിക്കണം. അമ്മ, ഇനി കുട്ടികളും ഇവരാരും കാണാണ്ട് തോട്ടിലേക്ക് പോവോ? ഇനി പോവില്ല. പേടിയായി. ഇനി പോവില്ല. ഇനി കുട്ടികളൊക്കെ കാണുന്ന രീതിക്കേ പോകുള്ളൂ അല്ലേ? അതെ, ഇനി പോവില്ല. ഇവിടെ ചന്ദ്രമതി അമ്മയെ ജീവിതത്തിലേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന വ്യക്തി ഉൾപ്പെടെയുണ്ട്. ഏട്ടനാണ് ആദ്യം ഈ തോട്ടിൻ്റെ കരയിലേക്ക് എത്തി അമ്മ അവിടെ ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കിയത്. ഇന്നലെ രാവിലെ 6 മണിക്ക് പോയ അമ്മയെ പല മണിക്കൂറുകളും കാണാത്ത ആയതോടെ ഈ ബന്ധുക്കളെല്ലാം വലിയ രീതിയിലുള്ള ഒരു ഭയത്തിലായിരുന്നു. പിന്നീട് ഇദ്ദേഹമാണ് ഈ തോട്ടിൽ അമ്മയുണ്ട് എന്ന രീതിക്ക് കണ്ടെത്തിയത്. ഏട്ടൻ അവിടെ അന്വേഷിച്ച് പോയതാണോ? ഞാൻ വേറെ ആളുണ്ട്, നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വനവളം പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഇവിടെ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകണം വിചാരിച്ചാലോ. അപ്പോൾ ആൾക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും അമ്മയുടെ അവസ്ഥ? എന്തായിരുന്നു അത്? പിന്നെ ഒരു ചെറിയൊരു ഇതുപോലെ ഇങ്ങനെ കണ്ടു, ഒരു ഇത്ര ഭാഗം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ആളെ പോലെ തോന്നി. അപ്പോൾ ഞാൻ മറ്റേ ഒപ്പമുള്ള ആളോട് പറഞ്ഞു, ഉണ്ണി അത് നോക്കിയേക്കാം. ആളെ സുരേഷ് എന്ന പേര് ഉണ്ണിയെന്ന് വിളിക്കും, ഉണ്ണീന്ന് വിളിക്കുക. ഉണ്ണി അത് നേരെ നോക്കിയേക്കാം പറഞ്ഞു. അപ്പോൾ ആൾ താഴത്തൊരു കണ്ടുണ്ട്. ആ കണ്ടത്തിലേക്ക് ഇറങ്ങി തോടിൻ്റെ അടുത്തത് പോയി. അപ്പോൾ ഈ വടി പിടിച്ച് നിൽക്കുകയാണ്? അല്ല, മരത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ആൾ കണ്ടിട്ട് പറഞ്ഞു, ഉണ്ണിയേട്ടാ അവരെന്നെയാണ് എന്ന് പറഞ്ഞു. മരിച്ചിട്ടില്ല, ജീവനുണ്ട്, പുനർജന്മമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തണം. അങ്ങനെയല്ല ഉണ്ടായി. പിന്നെ ഞാൻ ഇവരൊക്കെ വിളിച്ചു. ഇവരെല്ലാവരും കൂടി വന്ന് ഒരു 10-50 ആൾ മേലുണ്ടാവും. എല്ലാവരും വന്ന് പിന്നെ കയറൊക്കെ ഇട്ട് കൊടുത്ത്
ഈ അമ്മയുടെ ഒരു ധൈര്യം തന്നെയാണല്ലോ, ഇത്ര നേരം പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം തന്നെയാണ് ശരിക്കും രക്ഷപ്പെടാൻ കാരണം. അതെ അതെ, അത് ആ പോകേണ്ട വഴി കൂടി കാണണം. അപ്പോൾ മറ്റൊരു അവർ മറ്റേ മാതൃഭൂമിക്കാർ വന്ന് കണ്ടിട്ട് തന്നെ അവർ അതിശയപ്പെടണം. കാരണം റോഡ് തോട്ടിൽ 2 ഭാഗം മൊന്ത വന്ന് മൂടിയിട്ട് ഇതാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം മൊന്തയില്ലായുള്ളൂ, ബാക്കി ഫുള്ള് മൊന്ത. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ല, കാരണം അത്രയും വള്ളിയിൽ കുടുങ്ങും. എന്തായാലും ഈ അമ്മയുടെ മനക്കരുത്തിന് തന്നെ വേണം മുഴുവൻ മാർക്കും കൊടുക്കാൻ. അമ്മയുടെ ആ ഒരു മനക്കരുത്ത് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാകുമായിരുന്നു. ഏതായാലും രക്ഷപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് സൗത്ത് പനമണയിലാണ് ഇത്തരം ഒരു സംഭവം ഇന്നലെ ഉണ്ടായത്. കനത്ത മഴയിൽ ഈ പ്രദേശത്തെ കനാലിലൂടെയെല്ലാം വെള്ളം കുതിച്ചെത്തുകയായിരുന്നു. ഇന്നലെ കാഞ്ഞിരപ്പുഴ ഡാം ഉൾപ്പെടെ തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ഈ വെള്ളം എത്തിയിരുന്നത്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഈ അമ്മ ഈ മരത്തിൽ 10 മണിക്കൂർ സമയം ഇതിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് ഈ 78 വയസ്സുകാരി രക്ഷപ്പെട്ടതെന്ന് തന്നെ വേണം ബിനിൽ പറയാൻ.